ന്യൂസ് ആൻഡ് വ്യൂസിലെ ചർച്ച ആരംഭിക്കുന്നു. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. ഫേസ്ബുക്കിന്റെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ തട്ടിപ്പെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനിലൂടെ നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കാൻ നീക്കമെന്ന് വിദഗ്ധർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിന് പിന്തുണയുമായി ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ പിന്തുണ ലഭിക്കുന്നത് ഫേസ്ബുക്കിന്റെ തന്നെ internet.org എന്ന വെബ്സൈറ്റിനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിലിക്കൺ വാലി സന്ദർശനത്തിന്റെ പ്രധാന നേട്ടമായി ആഘോഷിക്കപ്പെടുന്നത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് ഫേസ്ബുക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രചരണത്തിനായി ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ ത്രിവർണത്തിലേക്ക് മാറ്റാനുള്ള പ്രത്യേക സംവിധാനവും ഉണ്ടാക്കി. സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് തന്നെ ആദ്യം പ്രൊഫൈൽ ചിത്രം ത്രിവർണത്തിലേക്ക് മാറ്റി. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരെല്ലാം. ഫേസ്ബുക്ക് ഡിജിറ്റൽ ഇന്ത്യക്ക് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയിൽ സംശയം തോന്നി ഇതിന്റെ പിന്നാമ്പുറം തേടിപ്പോയ സൈബർ വിദഗ്ധരാണ് സുക്കർബർഗിന്റെ തന്ത്രം പൊളിച്ചടുക്കിയത്. ഇന്റർനെറ്റ് പ്രൊഫൈൽ പിക്ചർ എന്ന് അവിടെ ഫേസ്ബുക്കാർ എഴുതിയ ഒരു കോഡിനത് പറയുമ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആണെന്നാണ് ഒരു പൊതുവെയുള്ളൊരിത്. അപ്പം എന്തായാലും ഇവർ ഈ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനും ഫേസ്ബുക്കിന്റെ ഇന്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ കണ്ണിയായിട്ട് വന്നത്. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോഴുള്ള സോഴ്സ് കോഡ് പരിശോധിക്കുമ്പോൾ തെളിയുന്ന സ്റ്റൈൽ ക്ലാസ് internet.org പേര്. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ പിന്തുണ ലഭിക്കുന്നത് നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കാൻ ഫേസ്ബുക്ക് തുടക്കമിട്ട internet.org അല്ലെങ്കിൽ ഫ്രീ ബേസിക്സിന്. പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ ലഭിക്കുന്ന ഓരോ പിന്തുണയും മെസ്സേജ് രൂപത്തിലാക്കി സർക്കാരിനോ വേണ്ടിവന്നാൽ കോടതിയിലോ സമർപ്പിക്കുക ലക്ഷ്യം. ഇന്റർനെറ്റ് നിഷ്പക്ഷത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ ഒരു ഭാഗത്ത് വൻ ജനപിന്തുണയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഫേസ്ബുക്കിന്റെ ശ്രമങ്ങൾ. രാജ്യത്തിന്റെ വികസനത്തിനുതകുന്ന ഡിജിറ്റൽ ഇന്ത്യക്ക് തന്നാലാകുന്ന പിന്തുണ എന്ന രീതിയിലാണ് ഓരോ ഇന്ത്യക്കാരനും ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ ത്രിവർണത്തിലേക്ക് മാറ്റുന്നത്. എന്നാൽ പരോക്ഷമായി പിന്തുണ നൽകുന്നതാകട്ടെ ഇന്റർനെറ്റ് നിഷ്പക്ഷതയ്ക്ക് കൂച്ചുവിലങ്ങിടാനുള്ള മാർക്ക് സുക്കർബർഗിന്റെ പദ്ധതികൾക്കാണ്. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒരുപക്ഷെ സാമാന്യ ജനതയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയോടെ ഉണ്ടെന്ന് കരുതുന്നു. നമ്മോടൊപ്പം ഇന്ന് അതിഥികളായി എത്തുന്നത് ഈ രംഗത്തെ പ്രമുഖനായ സെബിൻ എബ്രഹാം ജേക്കബ് ഉണ്ട്. അദ്ദേഹം സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രസിഡന്റാണ്. അതോടൊപ്പം ഈ രംഗത്ത് തന്നെ പ്രമുഖനായ ശ്രീ VK ആദർശ് ചേരുന്നു. BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രമുഖ നേതാവായ ശ്രീ അഡ്വക്കേറ്റ് JR പത്മകുമാർ നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും ചേരുന്നു. ഒപ്പം ഓൺലൈൻ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ശ്രീ സെബിൻ എബ്രഹാം ജേക്കബ്, ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായി തങ്ങളുടെ പ്രൊഫൈൽ പടം അത് ത്രിവർണ പതാകയുടെ ഒരു ഇതോടുകൂടി ഉപയോഗിക്കുന്നതിൽ ഒരു തട്ടിപ്പുണ്ടെന്നാണ് ഇപ്പോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ അത് ഫ്രീ ബേസിക്കിൻ്റെ പ്രചരണം, അതായത് ഫേസ്ബുക്ക് എന്നുള്ള സ്വകാര്യ കമ്പനിയുടെ, ഒരു അമേരിക്കൻ കമ്പനിയുടെ ഫ്രീ ബേസിക്സിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതൊരിക്കലും ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാജ്യ നന്മയ്ക്കോ വേണ്ടിയുള്ളതല്ല എന്നുള്ള ആ വാദഗതി ഒന്ന് ചുരുക്കി ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. രണ്ട് കാര്യങ്ങൾ അവയെ തമ്മിൽ കൂട്ടിക്കുഴച്ചിരിക്കുന്നു എന്ന ഒരു സംശയം എനിക്കിത് ഈ വാദഗതി കേൾക്കുമ്പോൾ തന്നെ ഉയരുന്നു. ഒന്ന്, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി. രണ്ട്, internet.org എന്ന ഫേസ്ബുക്കിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടപ്പാക്കിയ ഒരു അംബ്രല പദ്ധതി. അതിൻ്റെ ഭാഗമായി അവർ ഈ അടുത്ത് റീലോഞ്ച് ചെയ്ത, ബ്രാൻഡ് നെയിം മാറ്റി റീലോഞ്ച് ചെയ്ത ഫ്രീ ബേസിക്സ് എന്ന് പറയുന്ന നെറ്റ് ന്യൂട്രാലിറ്റിയെ ലംഘിക്കുന്ന ഒരു ഗേറ്റ് കീപ്പിംഗ് പരിപാടി. ഇവയെ രണ്ടിനെയും കൂട്ടിക്കുഴച്ചാണ് ആളുകൾ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ കാണാൻ ഇടയാക്കിയത് മോദി സിലിക്കൺ വാലി സന്ദർശനത്തിൽ എത്തിയപ്പോൾ പ്രൊഫൈൽ ചിത്രം മാറ്റാനായി ഫേസ്ബുക്ക് രംഗത്തേക്ക് എത്തിച്ച ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് നേരത്തെ ഒരിക്കൽ ഉപയോഗിച്ചതാണ്. LGBT റൈറ്റ്സിന് അനുകൂലമായിട്ട് US സുപ്രീം കോടതി വിധി ഉണ്ടായ സമയത്ത് മഴവിൽ നിറങ്ങളിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റാം, അതിന് ഈ ആപ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഒരു മൊബൈൽ ആപ്പ് ഫേസ്ബുക്ക് രംഗത്ത് കൊണ്ടുവന്നിരുന്നു. സുക്കർബർഗ് തന്നെ ആദ്യമേ അങ്ങനെ മാറ്റി. മറ്റ് പലരും, കേരളത്തിലടക്കം ധാരാളം പേർ ഈ LGBT റൈറ്റ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ മഴവിൽ അഴകിലേക്ക് മാറ്റുകയുണ്ടായി. ഇതേ ആപ്പിൻ്റെ ഒരു പുനരുപയോഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മഴവിൽ നിറങ്ങൾക്ക് പകരം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ ഉപയോഗിക്കുന്നു. അതിൽ ഒരു റൂറൽ കണക്ടിവിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കോഡ് റീയൂസ് നടന്നിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന അതേ കോഡ് റീയൂസ് ചെയ്തിട്ടുണ്ട്. ആ റീയൂസ് ചെയ്ത സമയത്ത് നടന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പ്രൈഡ് എന്ന LGBT പ്രൈഡ് എന്നാണല്ലോ പറയുന്നത്. പ്രൈഡ് ക്യാമ്പയിൻ എന്ന സംഭവത്തോട് ചേർത്തുകൊണ്ട്
internet.org പ്രൊഫൈൽ പ്രൈഡ് എന്ന കോഡിനകത്ത് എഴുതി. ഇങ്ങനെ കണ്ടതോടുകൂടി ഇത് ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രചാരണമാണ്, അതിലേക്കാണ് വോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു പക്ഷേ കേവലമായ കോഡ് റീയൂസും മാത്രമായിരിക്കാം. എങ്കിലും ഇത് ഇത്തരത്തിലൊരു പ്രചാരണം വരാനൊരു പശ്ചാത്തലമുണ്ട്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ പോലെ. കാരണം നെറ്റ് ന്യൂട്രാലിറ്റി സംബന്ധിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി mygov.in എന്ന് പറയുന്ന സൈറ്റിൽ കേന്ദ്ര സർക്കാർ സംവിധാനമൊരുക്കിയിരുന്നു. ഇങ്ങനെ സംവിധാനമൊരുക്കി ഇതിലേക്ക് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ സബ്മിറ്റ് ചെയ്യും. കേന്ദ്ര സർക്കാർ തന്നെ ചെയ്തൊരു സംവിധാനമാണ്. അപ്പോൾ ഇതിൽ mygov.in അഭിപ്രായങ്ങൾ നൽകണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. നമ്മുടെ ഇമെയിൽ ID കൊടുക്കണമായിരുന്നു, 2 മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു 1 ടൈം പാസ്വേഡ് OTP അയച്ചു തരും. ഈ OTP വെച്ച് നിങ്ങളൊരു റിയൽ വ്യക്തിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനകത്തേക്ക് എൻട്രി ഉള്ളൂ. പക്ഷേ അങ്ങനെ കൃത്യമായ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരുന്നു. ഇതിന് സമാന്തരമായിട്ട് ഫേസ്ബുക്ക് internet.org അനുകൂലമായ ഒരു പ്രചാരണം അവരുടെ ഫേസ്ബുക്കിലൂടെ തന്നെ അവർ പ്രചരിപ്പിച്ചു. അപ്പോൾ അതുവരെ നമുക്കറിയില്ലായിരുന്നു മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ, ഗവൺമെൻറ് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലാതെ വേറൊരു പ്ലാറ്റ്ഫോമിൽ കൂടെയും അഭിപ്രായങ്ങൾ സബ്മിറ്റ് ചെയ്യാവുന്ന. ആരും മൈഗവ് വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരെണ്ണം. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നോ ബട്ടൺ ഇല്ലാതെ യെസ് ബട്ടൺ മാത്രം വെച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് ഈ പ്രചാരണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും പറയാതെ ഞങ്ങളുടെ റൂറൽ കണക്ടിവിറ്റി എത്തിക്കാനുള്ള പരിശ്രമത്തിൽ നിങ്ങളും പങ്കാളികളാകുന്നുവോ, എല്ലാവർക്കും ഇൻ്റർനെറ്റ് പ്രാപ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ തുടങ്ങിയ ആർക്കും നിഷേധിക്കാനാവാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് യെസ് ഉള്ള കമൻറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ഈ കമൻറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫേസ്ബുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെയും കാണിക്കുന്നത് എന്നൊരു തോന്നലുളവാക്കാൻ ഈ റീയൂസ് ചെയ്യപ്പെട്ടിരിക്കാവുന്ന ഈ കോഡിലെ internet.org പ്രൊഫൈൽ പ്രൈഡ് എന്നുള്ള പ്രയോഗം ഇടയാക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരാം, ഉടനെ തിരിച്ചു വരാം. ശ്രീ VK ആദർശ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. ശ്രീ ആദർശ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് പ്രൊഫൈൽ ചിത്രം ത്രിവർണം വെച്ച് മാറാൻ ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ അത് ഫ്രീ ബേസിക്കിൻ്റെ പ്രചരണത്തിനാണെന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു സ്വകാര്യ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്, സുക്കർബർഗിൻ്റെ ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിലിക്കൺ വാലിയിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. വലിയ പ്രചാരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ എൻഡ് ബെനിഫിറ്റ്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഫേസ്ബുക്ക് കമ്പനി തന്നെയാണ്. അവരുടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തേക്കാൾ കൂടുതൽ ഡാറ്റയ്ക്ക് പൈസ വാങ്ങുന്ന, പണം സ്വരൂപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ നീക്കങ്ങൾക്കും കോടികൾ മറിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്രമാത്രം ആത്മാർത്ഥതയോട്ടുള്ള ഇടപെടലാണെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക? ശ്രീ ആദർശ്, ഒരു കാര്യം നിലവിട്ട് ഇവിടെ ബാക്കിയെല്ലാം ഓക്കെ. അമേരിക്കൻ കമ്പനി എന്ന് പറയുന്നത് ഇപ്പൊ നാളെ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ആസ്ഥാനം അമേരിക്ക ആയതുകൊണ്ട് അത് അമേരിക്കൻ കമ്പനി നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി ഇൻഫോസിസ്, ലോകത്തിലെ മിക്കവാറുള്ള എല്ലാ വലിയ ധനകാര്യ സ്ഥാപനങ്ങൾക്കും വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇൻഫോസിസ് ആണ്, ഫിനാക്കിൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് ലോകത്തിലെ അമേരിക്കയിൽ ഡിസ്കഷൻ നടക്കും, ഒരു ഇന്ത്യൻ കമ്പനിയാണ് അമേരിക്കൻ, അത് അങ്ങനെ ഒരു ദേശം വെച്ച് അതിനെ പറയുന്നതിനകത്ത് വലിയ യുക്തിയൊന്നുമില്ല. പക്ഷെ അവരുടെ അജണ്ട എന്താണെന്നുള്ളത് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നേരത്തെ സെബിൻ പറഞ്ഞതിനോട് ഏകദേശം യോജിക്കുന്നു. നമ്മൾ ഊഹിച്ചു വരാൻ നേരത്തെ ഇവരുടെ നിലപാടുകളൊന്നും അത്ര സുതാര്യമൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട് സംശയം സ്വാഭാവികമാണ്. അങ്ങനെ 3-4 ഊഹങ്ങൾ നമ്മൾ കൂട്ടിക്കെട്ടുമ്പോൾ ഈ പറഞ്ഞ പരിണിത ചർച്ചയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ഇതിനകത്ത് 2 കാര്യങ്ങൾ കാണേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയിൽ 25-30% ഇന്റർനെറ്റ് പെനിട്രേഷൻ, ഇന്റർനെറ്റ് എത്തപ്പെടൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 25% പോകുന്ന ഇതേ സ്പീഡിൽ, ഇതേ വേഗതയിൽ പോകാൻ പറ്റില്ല. കാരണം ഇതുവരെ വന്ന 25% ഞാനും പ്രദീപും സെബിനും എല്ലാം ഉൾപ്പെടുന്ന ആൾക്കാർ നമ്മൾ സാക്ഷരരാണ്, ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാം, നമ്മൾ കുറച്ചുകൂടി സാമ്പത്തികമായ ഇതെല്ലാം താങ്ങാൻ പറ്റുന്ന സ്ട്രേറ്റിൽ ആ കാറ്ററിൽപ്പെട്ട ആൾക്കാരാണ്. ഇനി അടുത്ത 20% പക്ഷെ അങ്ങനെയുള്ളവരല്ല. അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് എത്തപ്പെടണമെങ്കിൽ സ്വാഭാവികമായി അങ്ങനെയുള്ളവരിലേക്ക് എത്തേണ്ടത് ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പൊ ഈ 2 കമ്പനികളും നിലനിൽക്കുന്നത് പരസ്യ വരുമാനത്തെ ആശ്രയിച്ചാണ്. അപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് ഭീമാപള്ളി ഉറൂസിനോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോ ഏറ്റവും കൂടുതൽ പരസ്യ വരുമാനം അതാത് ദേവസ്വത്തിനോ പള്ളിക്കോ കിട്ടുന്ന അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതുകൊണ്ടാണ്. സാധാരണ ചെറിയ അമ്പലത്തിനും പള്ളിക്കൊന്നും ഇത്രയും കാശ് കിട്ടാത്ത അത്രയും ആള് വരാതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം, ഇന്റർനെറ്റിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെ ആവശ്യമാണ്. കാരണം നമ്മളെ ഇന്ന് കാശ് വാങ്ങുന്നില്ല, അവർ പരസ്യ വരുമാനം ആശ്രയിച്ചുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പനി സ്വാഭാവികമായും ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് വെച്ച്
നോക്കുകയാണെങ്കിൽ അടുത്ത 18-19 മാസത്തിനുള്ളിൽ ഫേസ്ബുക്കിലെ ഏറ്റവും വലിയ രാജ്യം ഒരുപക്ഷെ ഇന്ത്യയായി മാറും. കാരണം അമേരിക്കയെ നമ്മൾ ക്രോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ജനസംഖ്യയുടെ അഡ്വാൻറ്റേജാണ്. കാര്യം ഇന്ത്യയിലെ ഒരു 40% ജനസംഖ്യ, 35% ജനസംഖ്യ തന്നെ ഇന്റർനെറ്റിലേക്ക് എത്തി അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മൊത്തം അമേരിക്കൻ പോപ്പുലേഷനേക്കാളും വലിയ സംഖ്യയാണ്. കാരണം നമ്മൾ 130 കോടിയുള്ള രാജ്യമാണ്. അപ്പൊ ഈ ജനസംഖ്യയുടെ അഡ്വാൻറ്റേജ് ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും മോഹിപ്പിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ പദ്ധതികളിൽ ഇവർ ചാടിക്കയറി വീഴുന്നതും അല്ലെങ്കിൽ ഗവൺമെന്റ് അങ്ങോട്ട് ചെല്ലുന്നതൊക്കെ. അല്ല, ശ്രീ ആദർശ് ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ഈ നെറ്റ് ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യം വരുമ്പോഴാണല്ലോ ഈ ഫ്രീ ബേസിക്സ് തുടങ്ങിയ വാക്കുകളിലൂടെ അവർക്കിഷ്ടമുള്ള വെബ്സൈറ്റുകൾ മാത്രം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതിന് ബാക്കിയുള്ളവർക്കെല്ലാം തുക ഈടാക്കുകയും ചെയ്യുന്ന ഈ നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകേണ്ട അവസ്ഥയുണ്ടോ? നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കപ്പെടുന്നതിനെ പൂർണ്ണമായി എതിർക്കപ്പെടണം. അതേസമയം ഒരു ഇന്റർനെറ്റ് പെനിട്രേഷന് ഒരു സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പൊ നാളെ കൈരളി TV ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ രംഗത്ത് പെനിട്രേഷനുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് കേരളത്തിലെ പത്രങ്ങളെല്ലാം സ്കൂളിൽ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പത്രത്തിന്റെ ന്യൂട്രാലിറ്റി തകർക്കുകയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ എതിർക്കുന്നു. പക്ഷെ അതേസമയം അവർ ഈ പറയുന്ന രീതിയിൽ ന്യൂട്രാലിറ്റി തകർക്കുന്ന ഫ്രീ ബേസിക്സ് അല്ലെങ്കിൽ internet.org അല്ലെങ്കിൽ Airtel Zero ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് നഗശിതാന്തം എതിർക്കപ്പെടണം എന്നുള്ളതായിരുന്നു ഒരു സംശയമില്ല. പക്ഷെ ഒരു സ്വകാര്യ കമ്പനി വരുന്നത് ഇന്നത്തെ മാറിയ പരിസ്ഥിതിയിൽ അത്രത്തോളം മോശമായ കാര്യമൊന്നുമല്ല. സ്വകാര്യ കമ്പനികൾ വന്നോട്ടെ, പക്ഷെ അവിടെ റെഗുലേറ്ററുടെ ജോലി ഗവൺമെന്റ് ഫലപ്രദമായി ചെയ്യണം. അവിടെ നേരത്തെ സെവിൻ സൂചിപ്പിച്ച പോലെ എല്ലാ ആശങ്കകളും പങ്കുവെച്ച് എല്ലാ മുൻകരുതലുകളും എടുത്ത് ഒരു കാരണം ഇപ്പൊ കേരളത്തിൽ ഇന്ത്യൻ ടെലികോം മേഖലയിൽ എത്രയോ സ്വകാര്യ കമ്പനികളുണ്ട്. ഇത്തരത്തിൽ അതുമായി താരതമ്യപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ടെലികോം കമ്പനി സേവനദാതാക്കൾ ഒരു ഇന്റർനെറ്റ് സേവനദാതാക്കൾ കൂടിയാണ്. അപ്പൊ അവരുടെ ഫോണിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ നെറ്റിനകത്ത് ഞങ്ങൾ പറയുന്ന കുറെ സൈറ്റിലേക്ക് സൗജന്യ സേവനം തരാം, അത് കഴിഞ്ഞുള്ള സൈറ്റിലേക്ക് പോകുന്ന നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്. താങ്കൾ താങ്കളിലേക്ക് ഉടൻ തിരിച്ചു വരാം. ഒരു ദയവായി ടെലിഫോൺ ലൈൻ ശ്രീ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലി, സുക്കർബർഗ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാചകം, അതായത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിനോടൊപ്പം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പ്രാദേശിക കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രാദേശിക പ്രദേശങ്ങളിലെ പോലും ഇൻ്റർനെറ്റിലൂടെ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സംവിധാനം, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പമായിട്ടുള്ള ഏറ്റവും വലിയ പോപ്പുലേഷൻ ഇന്ത്യക്കാരാണ്. ഒരു സംശയം വേണ്ട കാര്യം. കാരണം 50% അധികം ആളുകൾ നിരക്ഷരാണ്. സ്ത്രീകൾ കേരളത്തിൽ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ വീട്ടിലെ ഈ കോയിനെ പോലെ വളർത്തപ്പെടുന്നവരാണ്. പിന്നെ ആ പാടെ ഒരു ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ നമ്മളെ ദേശീയത വരിക. നമ്മളെ ദേശീയത നമ്മൾ ത്രിവർണ്ണ വർണ്ണമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ത്രിവർണ്ണ വർണ്ണം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ആളുകൾക്കും എനിക്കറിയാം എത്ര നല്ല കാർ മാരുതി ഇറക്കിയാലും അതുപോലെ തന്നെ ഫോർഡ് ഇറക്കിയാലും അതൊന്നും മേടിക്കാതെ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും മാത്രം വണ്ടികൾ മേടിക്കുന്ന വിഡ്ഢികളുണ്ട് ഈ രാജ്യത്ത്. അവർ മാത്രമേ മേടിക്കുള്ളൂ. എന്ത് മെയിൻ്റനൻസ് ഉണ്ടോ അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേശീയ ബോധം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ആ ഒരു കൃത്യമായ കച്ചവട താല്പര്യം തന്നെയാണ് സുക്കർബർഗിനെ അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റുകളെ നയിക്കുന്നത്. അതിലും വലിയ എന്താ പറയുക സാമൂഹ്യ സേവന ത്വര ഒന്നും അവർക്കില്ല. അത് ഒന്നാമത് മനസ്സിലാക്കണം. രണ്ട്, ഗവൺമെൻറ് ഈ ഒരു അവസരം എത്രത്തോളം ടാപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ആദർശ് പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്ദേശശുദ്ധി തെളിയിക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള പലപ്പോഴും internet.org വന്നു. എന്തൊക്കെ പറഞ്ഞാൽ internet.org നെറ്റ് ന്യൂട്രാലിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഗവൺമെൻറ് അനുകൂലമായിരുന്നു. രണ്ടാമത് എയർടെലിൻ്റെ പ്ലസ് വന്നു. അപ്പോൾ അവസാനം നെറ്റ് ന്യൂട്രാലിറ്റി അപകടത്തിലാവുമെന്ന് തോന്നിയ സമയത്ത് മോഡിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള BJP സപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂത്ത് തന്നെ രംഗത്തിറങ്ങിയപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ലാൻഡ് ബില്ല് പോലെ അവിടെ കിടക്കുകയാണ്, ലാൻഡ് ഓർഡിനൻസ് പോലെ. അത് നാളെ തിരിച്ചു വരാം. ഇങ്ങനെയുള്ള അപ്പം നിലവിലുള്ള നമ്മുടെ ഈ BJP ഗവൺമെൻറ്റിൻ്റെ പോക്കൊക്കെ മൊത്തം കാണുന്ന സമയത്ത് ഈ അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ ആത്യന്തികമായ ലക്ഷ്യം ലാഭമാണെന്ന് മനസ്സിലാക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ സംശയങ്ങൾ ലോകത്തിന് വിവിധ ടാൻസാനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം internet.org അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 3 ലോക രാജ്യങ്ങളാണ്. അവിടെയൊക്കെ ഈ ഒരു സംശയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെറ്റ് ന്യൂട്രാലിറ്റി നിങ്ങൾ വിചാരിക്കേണ്ട ഇന്ന് അതങ്ങ് നിന്നു. എൻ്റെ ഒരു ചരിത്ര ബോധത്തിൽ ഞാൻ പറയും നെറ്റ് ന്യൂട്രാലിറ്റി നിലനിൽക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് ന്യൂട്രാലിറ്റി നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പം നെറ്റ് ന്യൂട്രാലിറ്റി നിലനിൽക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൻ്റെ ക്യാപിറ്റലിസ്റ്റ് വേൾഡിൻ്റെ ഒരു പോക്ക് കാണുന്ന സമയത്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത് കൗണ്ടർ ചെയ്തിട്ടില്ലെങ്കിൽ നെറ്റ് ന്യൂട്രാലിറ്റി നിലനിൽക്കാൻ സാധ്യതയില്ല. അവർക്ക് പരമാവധി എങ്ങനെ ലാഭം നേടിയെടുക്കാമെന്നാണ് അവർ ആലോചിക്കുക. ഇപ്പോൾ സമത്വത്തിനെ പറ്റി സമത്വം നിലനിൽക്കില്ല, സമത്വം നിലവിൽ വരില്ല എന്ന് സമത്വത്തിന് വേണ്ടി പോരാട്ടം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ സമത്വം നെറ്റ് ന്യൂട്രാലിറ്റി നമ്മളെ പ്രശ്നം എന്നാൽ ചരിത്രാതീത കാലത്തെങ്ങോ നിലനിന്നു എന്നല്ല, അതിനുശേഷം ലോകം എടുത്തത് എവിടെയും സമത്വം നിലനിന്നിരുന്ന
നിലനിന്നിരുന്നില്ല. അത് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ നെറ്റ് ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ച് അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ശ്രമിച്ചാൽ നമുക്ക് നിലനിർത്താവുന്നതാണ്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഒഴിച്ചിട്ട് മിക്ക എന്താ പറയുന്നത് ലോകരാഷ്ട്രങ്ങളും കോർപ്പറേറ്റുകൾക്ക് കൂടെ നിൽക്കാനാണ് ശ്രമം. സ്വാഭാവികമായിട്ടും മിശ്ര എക്കണോമിയിൽ നിന്ന് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ രീതി തന്നെ പിന്തുടരുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇത്തരം ഓരോ സൂചനകളും വളരെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്താൽ മാത്രമാണ് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ള ആശയം സജീവമായിട്ട് നമുക്ക് കുറേ കാലമെങ്കിലും നിലനിർത്താൻ പറ്റുകയുള്ളൂ. യെസ്, ഒരുപക്ഷെ ഇന്റർനെറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നൽകാൻ സംവിധാനമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം നമുക്കുണ്ട്, BSNL ആണെങ്കിലും. പക്ഷേ അതെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിനെ ഉണർത്താനൊന്നും പ്രധാനമന്ത്രിക്ക് താല്പര്യവും കാണുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്രാവശ്യത്തെ അമേരിക്കൻ സന്ദർശനം തന്നെ ഒരു വൻ പരാജയമാണെന്ന രീതിയിൽ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ആരും ശ്രദ്ധിക്കുന്നു പോലും ഇല്ലാത്ത അവസ്ഥ. അവസാനം സിലിക്കൺ വാലിയിൽ പോകേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അതേക്കുറിച്ച് ഒരുപക്ഷെ BJP നേതാവ് ശ്രീ പത്മകുമാറിന് പറയാൻ സാധിക്കും. ഫേസ്ബുക്കിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ അത് വളരെ പ്രചാരം നേടിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിലിക്കൺ വാലിയിൽ പോയി അമേരിക്കയിലെ ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനത്ത് തന്നെ എത്തി അതിന് പ്രചാരം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ ആ ക്യാമ്പയിനിൽ പങ്കാളികളാവുകയും അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞ് തിരിച്ച് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോകൾ മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ പത്മകുമാർ, ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള പദ്ധതി, ആ പദ്ധതി ഒരുപക്ഷെ BJP ഗവൺമെൻറ് മാത്രം അതിന് മുൻപേ തന്നെ ആരംഭിച്ചിരുന്നതാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ദശാബ്ദക്കാലമായുള്ള പദ്ധതിയുടെ ഭാഗമാണത്. പക്ഷേ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയല്ല. എങ്കിൽ പോലും ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ള നെറ്റ് സമത്വം എന്നുള്ളതിനെ അട്ടിമറിക്കാൻ നടക്കുന്ന നീക്കം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ താങ്കൾ ഈ ഇൻ്റർനെറ്റ് സുക്കർബർഗിൻ്റെ ഈ ഫ്രീ ബേസിക്സ് internet.org എന്നതിനോട് അനുകൂലിക്കുന്നുണ്ടോ? അതിന് എത്രമാത്രം ആവശ്യകതയുണ്ട് ഇന്ത്യയിൽ? പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അത് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യം സമരങ്ങളിലൂടെ തന്നെ ജനങ്ങൾ നേടിയെടുത്തതാണ്. അല്ല, നമ്മളിപ്പോൾ സങ്കല്പത്തിലൂടെ ഒരു വിഷയമുണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുകയും സാങ്കല്പികമായി അഭിപ്രായം പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇവിടുത്തെ ഏറ്റവും നമ്മുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ്. അത് ഡിജിറ്റൽ ഇന്ത്യ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു വിലയിരുത്താൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയുണ്ട്, സ്കിൽ ഇന്ത്യ പദ്ധതിയുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ വൈദ്യുതി വേണമെന്ന് ഗ്രാമജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയിൽ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒട്ടനവധി പദ്ധതികൾ ഒന്ന് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി പദ്ധതികളുണ്ട്. അതിന് സഹായം തേടി ആണ് അദ്ദേഹം സിലിക്കൺ വാലിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ 2-3 ദിവസമായി നടക്കുന്ന പ്രചരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നെറ്റ് ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ രവിശങ്കർ പ്രസാദും പറഞ്ഞിട്ടുണ്ട്. അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. നേരത്തെ അങ്ങനെ ഒരു ചർച്ച വന്ന സമയത്ത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അപ്പോൾ പിന്നെ ഇല്ലാത്ത ഒരു കാര്യം അങ്ങനെ ഉണ്ടാകും 3-4 കാര്യങ്ങൾ ഊഹിച്ച് അതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് ആവശ്യമില്ലാതെ സമയം മെനക്കെടുത്തുന്നത് എന്താ? നമ്മൾ ആലോചിച്ച് നോക്കണം, 100-125 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് അടുത്ത 5 വർഷം മുതൽ 10 വർഷം കഴിയുമ്പോൾ 60 കോടിയിലോളം ആളുകൾ ഒരു വർക്ക് ഫോഴ്സായി മാറാമ്പോൾ 18-35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളുടെ ഒരു വലിയ നിര വരാൻ പോവുകയാണ്. അവർക്ക് ഇവിടെ ജോലി ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, മറ്റവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന നടപടികൾ സ്വീകരിക്കുക. അത് ചെയ്തില്ല എങ്കിൽ ഈ രാജ്യത്ത് വലിയൊരു അരാജകത്വം ഉണ്ടാകും. അപ്പോൾ അതിന് ഒരു ലീവ് പോലും എടുക്കാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ഇത്രയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഈ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നെറ്റ് ന്യൂട്രാലിറ്റിയെ ബാധിക്കുന്ന ഒരു തീരുമാനവും ആ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും സംശയം ആരുടെയും ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം, പരിഹരിക്കാം. അതുകൊണ്ട് ഇന്ത്യക്ക് അത്ര അഭിമാനകരമായി മാറിയിട്ടുള്ള ഈ പദ്ധതികളെയും ഈ സന്ദർശനത്തിനെയും മോശമായി ചിത്രീകരിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നിങ്ങളറിയാം, ഫേസ്ബുക്ക് അത് ഇന്ന് ഏതോ ഒരു മീഡിയ നമ്മൾ കണ്ടതാണ്. അത് അവിടുത്തെ ആ ജീവനക്കാർക്ക് തന്നെ നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവ് മനസ്സിലാക്കിക്കൊണ്ട് അവർ നിലവിലുണ്ടായ ഡ്രസ് കോഡിൽ വരെ മാറ്റം വരുത്തിക്കൊണ്ട് മാന്യമായി എല്ലാവരും ഡ്രസ് ചെയ്തു വന്ന് ഇന്ത്യയോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ആദരവ് പ്രകടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കുവാനും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ചോദിച്ചോട്ടെ. അതായത് അമേരിക്കയിൽ സുക്കർബർഗ്
ഒരു ഇന്ത്യൻ പതാക എന്തിയുള്ള ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറായി ഇടുന്നു. ഇന്ത്യയിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ഇന്ത്യയിലെ ഒരു കമ്പനിയാണ് ചെയ്തിരുന്നെങ്കിൽ, അമേരിക്കയിലെ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അമേരിക്കൻ പതാക ഇവിടെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് BJP സമ്മതിക്കുമായിരുന്നോ? ഇതിലെ കച്ചവടമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമല്ലല്ലോ. ഇന്ത്യയിലല്ലല്ലോ. ഇന്ത്യയിൽ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് അതിൻ്റെ സർവീസ് സെൻറ്ററും ബാക്കി പ്രൊവൈഡ്സും എല്ലാം വെളിയിലുള്ള സമയത്ത് അവർ ചൂസ് ചെയ്യുന്നത് എന്താ തെറ്റ്? അതിനെ നമ്മൾ എന്തിനാ എതിർക്കാൻ പോകുന്നത്? നിങ്ങൾ ആരും കമ്പൽ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ല ശരിയാണ്. താങ്കളുടെ നിലപാടിന്റെ വ്യക്തതയുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വന്ന ഇത് ഇന്ത്യയാണ് ഏറ്റവും വലിയ വിപണന സാധ്യതയുള്ള ഒരു രാജ്യം ഫേസ്ബുക്കിനെ സംബന്ധിച്ചോളം ആണെങ്കിലും നമ്മൾ അവിടെ പോയി അവരുടെ കൈകാല് പിടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഉണ്ടോ? അത് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അടുത്ത ഒരു 10-15 വർഷം കഴിയുമ്പോൾ 10 മാസം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇന്ത്യയായി മാറും. പറയാൻ സാധിക്കും. അതായത് നമ്മുടെ ബഹുഭൂരിഷത്തിന്റെയും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൊന്നുമല്ല, മൊബൈൽ ഫോണുകളാണിപ്പോൾ. മൊബൈലുകളുടെ വർധന നിരംപ്രതി കൂടി വരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംവിധാനം, ഇന്ത്യ രാജ്യത്തെ സംവിധാനം, ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് തന്നെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഇതാണ്. പിന്നീടാണ് നമ്മൾ കേൾക്കുന്നത് ഈ സ്പെക്ട്രം അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും എന്തൊക്കെയാണെങ്കിലും സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വേണ്ടി ഒരുപാട് നീക്കുപോക്കുകൾ നടത്തുന്ന സാഹചര്യം. ഈ പ്രധാനമന്ത്രി ഇത്രയും കഷ്ടപ്പെട്ട് അമേരിക്കയിൽ പോകുന്നത് BSNL-മായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്വയം മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി തന്നെ അദ്ദേഹം ആവിഷ്കരിച്ചാണല്ലോ. ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ താങ്കളെ പോലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. എങ്ങനെയാണ് അതിനെ ഒന്ന് വിശദീകരിക്കുന്നത്? ഇതിൻ്റെ ഒരു സാമ്പത്തികമായ ഇടപാടുകൾ ഒരുപക്ഷെ സുതാര്യമല്ലാതായി പോകുന്നതും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇപ്പോൾ പ്രദീപ് ഉയർത്തിയത്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന പേരിൽ ഇന്ത്യയിലെ ടെലികോം കമ്പനികളുടെ വരുമാനത്തിൽ നിന്ന് 5% 2002 മുതൽ തന്നെ ഈടാക്കാനായിട്ട് ഒരു പരിപാടി ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ഈ കമ്പനികളൊക്കെ തന്നെ പണം അടയ്ക്കുന്നുണ്ട്. USOF എന്ന് പറയുന്നത്. ഇങ്ങനെ പണം അടച്ചിട്ട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് റൂറൽ കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്നുള്ള വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇത് നടപ്പാക്കാൻ പ്ലെയേഴ്സ് വേണം. സ്വകാര്യ കമ്പനികൾ റൂറൽ കണക്ടിവിറ്റി എത്തിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ധാരണ. അപ്പോൾ അത് എത്തിക്കുന്നത് ആകെ ആരാണ്? സ്റ്റേറ്റ് പ്ലെയറായ BSNL ആണ് എത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് BSNL-നെ കൊണ്ട് വളരെ റിമോട്ടായിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ ബ്രോഡ്ബാൻഡ് വലിപ്പിക്കാൻ വേണ്ടി, കാരണം അവിടെ നിന്ന് വലിയ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ലാഭമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാ കമ്പനികളും, BSNL അടക്കമുള്ള കമ്പനികൾ അവരുടെ വരുമാനത്തിന് 5% നീക്കി വയ്ക്കുന്നു. ഇങ്ങനെ നീക്കി വയ്ക്കുന്ന വരുമാനം കൊണ്ട് ഇത് എത്തിക്കണം എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയുടെ ബക്കറ്റിൽ ഏതാണ്ട് 52,723 കോടി ഈ തരത്തിൽ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ടെലികോം കമ്പനികളിൽ നിന്ന്. എന്നിട്ട് റൂറൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ എന്ത് സംഭവമാണ് BSNL ചെയ്തത്? BSNL-ന്റെ മാത്രം കയ്യിൽ ഇതിൽ നിന്ന് 6,949 കോടി രൂപയാണ് ആകെ പോയിട്ടുള്ളത്. അതായത് മൊത്തം ലഭിച്ച തുകയിലെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള തുക എന്ന് പറയുന്നത് അതിൻ്റെ കേവലം 30% വരുന്ന 15,784 കോടി രൂപയാണ്. അതിൽ BSNL മാറ്റിവെച്ച 6,900 കോടി കിഴിച്ചാൽ ബാക്കി തുക അപ്പാടെ പോയിരിക്കുന്നത് നാഷണൽ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിനാണ്. ഇത് വളരെ പ്രസ്റ്റീജിയസ്, 2011 ലോഞ്ച് ചെയ്ത പ്രോജക്റ്റാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് പറയുന്നത് ഇന്ത്യയിലെ 2,50,000 ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ 2,50,000 ഗ്രാമങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഡെഡ് ലൈൻ നീക്കി വെക്കുക. ഈ നീക്കി വെക്കുന്ന ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ്? ഈ നീക്കി വെക്കുന്ന ഗ്യാപ്പിൽ ഇവിടുത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന USOF യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കുകയാണ്, ഞങ്ങൾ അതിനേക്കാൾ മുന്നേ റൂറൽ കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് പിടിക്കുന്ന USOF-ന്റെ ശതമാനം കുറയ്ക്കണം. അവർ ചില രാഷ്ട്രങ്ങളുടെ കാര്യമൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇപ്പോൾ കൊളംബിയയിൽ വരുമാനത്തിൻ്റെ 2% USOF പിരിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ യൂട്ടിലൈസേഷൻ ആണ്ട് 84% പിരിക്കുന്ന പണത്തിൻ്റെ. ഇവിടുത്തെ അപ്പോൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുമില്ല, ഞങ്ങൾ അതേസമയം മൊബൈൽ നെറ്റ്വർക്ക് വഴി ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് USOF ഞങ്ങളുടെ നിന്ന് പിരിക്കുന്നത് കുറയ്ക്കണം, ഞങ്ങളിത് എത്തിച്ചുകൊള്ളാം, പകരം ഞങ്ങൾക്ക് 0 റേറ്റിംഗ് അനുവദിക്കണം എന്നുള്ള ഒരു സംഭവമാണ് എയർടെല്ലും മറ്റും മുന്നോട്ട് വെക്കുന്നത്. എയർടെൽ 0 അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനൊപ്പം വന്നതാണ് റിലയൻസും ഫേസ്ബുക്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ള Internet.org.
അതിനെതിരെ ബഹളം വന്നപ്പോൾ അല്ലെങ്കിൽ എതിർപ്പുയർന്നപ്പോഴാണ് അല്ല ഒന്നുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ, അതായത് ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ഇത് എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുക ഈ വിഷയത്തിൽ പ്രശ്നത്തിൽ വരുന്നത്? അതായത് നെറ്റ് ന്യൂട്രാലിറ്റി ലംഘിക്കുന്നത് എങ്ങനെയാണെന്നാവും. ഓക്കെ, 38 സൈറ്റുകൾ മാത്രമായിരുന്നു internet.org വഴി ലഭ്യമാക്കിയത് സൗജന്യമായിട്ട്. ഇത് സൗജന്യമായിട്ട് ലഭ്യമാക്കുമ്പോൾ അതെങ്ങനെയാണ് റിലയൻസ് നെറ്റ്വർക്ക് എടുത്ത ഒരാൾക്ക് മാത്രമേ റിലയൻസുമായി ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേറൊരു നെറ്റ്വർക്ക് വഴി അത് കിട്ടില്ല. റിലയൻസ് നെറ്റ്വർക്ക് അത് ഒരു വെണ്ടർ ലോക്കിങ് അവിടെ തന്നെ വരുന്നു. ഒന്ന്. രണ്ടാമത്, ഏതൊക്കെ സൈറ്റുകളാണ് ഇതിനകത്ത് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫേസ്ബുക്കാണ് തീരുമാനിക്കുന്നത്. സോ ഫേസ്ബുക്ക് ഒരു ഗേറ്റ് കീപ്പറിൻ്റെ പണി അവിടെ ചെയ്യുന്ന, ഒരു വേൾഡ് ഗാർഡൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വേലി കെട്ടിത്തിരിക്കുന്നുണ്ട്. ആ വേലി കെട്ടി തിരിച്ച് നൽകുന്ന വെബ്സൈറ്റുകളിൽ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളുടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. മലയാളത്തിൽ നിന്ന് ആകെ ആ കൂട്ടത്തിലേക്ക് മാത്രമായിരുന്നു. അതുപോലെ വന്നിരിക്കുന്ന ചില സൈറ്റുകൾ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഹംഗാമ പ്ലേ, ജാഗരൺ ജോഷ്, റിലയൻസിൻ്റെ തന്നെ ഒരു ആസ്ട്രോളജി സൈറ്റ്. 38 സൈറ്റുകളല്ലാതെ വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകണമെങ്കിൽ അധിക തുക കൊടുക്കേണ്ടി വരും. അധിക തുക കൊടുക്കുന്നതല്ല വിഷയം. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ കുറച്ചെണ്ണം മാത്രം സൗജന്യമായിട്ട് കിട്ടുന്നു, വേറൊന്നും സൗജന്യമായിട്ട് കിട്ടില്ല. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് മാത്രം, മലയാള ദിനപത്രം എന്ന് പറഞ്ഞാൽ മലയാള മനോരമ മാത്രം എന്ന് വരുമ്പോൾ ഇൻ്റർനെറ്റ് പരിചയമുള്ള ഒരാൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്. ഇതിൽ മാത്രമായിട്ട് ആളുകളെ തളച്ചിടാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിനകത്തേക്ക് വേറൊരാൾക്ക് ഇടിച്ചു കയറാൻ പറ്റില്ല. അപ്പോൾ ഇത്ര വിമർശനം ഉയർന്നപ്പോഴത്തേക്കാണ് പകരം ഫ്രീ ബേസിക്സ് കൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്രീ ബേസിക്സിൽ പറയുന്നത് മറ്റ് ആപ്പുകൾക്കും കൂടി ഇതിലേക്ക് വരാം, പക്ഷേ അതിന് ഫേസ്ബുക്കിൻ്റെ ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് പാലിക്കണം. ഈ ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് പാലിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെ ഒരു പ്രധാന ഫേസ്ബുക്ക് ഇന്റർനെറ്റ് മേഖലയിലെ ഒരു മൊണോപ്പൊളിയായി മാറുകയാണ്. HTTPS വലിയ അപകടമല്ലേ ശ്രീ ഫക്രുദ്ദീൻ അലി? നമ്മൾ നെറ്റ് ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനിലെ ഈ വിവാദം നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന അവകാശം എന്ന രീതിയിൽ തന്നെ കാണേണ്ട സാഹചര്യമാണ് ആഗോള തലത്തിൽ തന്നെ നിലനിൽക്കുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ ഇതിനു വേണ്ടി വൻ സമരങ്ങൾ നടക്കുകയും വിജയിക്കുകയും ചെയ്ത ചരിത്രവും കൂടി നിലനിൽക്കുന്നു അല്ലേ സെബിൻ? എങ്ങനെയാണത്? ഇന്ത്യയിൽ, ബ്രസീലും ചിലിയിലെല്ലാം നെറ്റ് ന്യൂട്രാലിറ്റി, അമേരിക്ക ഉൾപ്പെടെ. അതെ. അപ്പോൾ ഇപ്പോൾ സുക്കർബർഗിൻ്റെ വല്ലാത്തൊരു ഇന്ത്യയോടുള്ള ആ അഭിനിവേശം അല്ലെങ്കിൽ ആ സ്നേഹം, ഇന്ത്യയിലെ ഗ്രാമമേഖലകളിലെല്ലാം ഇൻ്റർനെറ്റ് കൊണ്ടുവന്നിട്ട് വലിയ വികസനം ഉണ്ടാക്കാനുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിനുള്ള ആ ഒരു സോളിഡാരിറ്റി, അത് എത്രമാത്രം ഈ ഒരു കച്ചവടവുമായി എങ്ങനെ നമുക്ക് കൂട്ടിവായിക്കാൻ പറ്റും? രാജീവ് ഗാന്ധിയുടെ, മൻമോഹൻ സിംഗിൻ്റെ, പിന്നീട് ഇപ്പം BJPയുടെ നേതാവായിട്ട് നരേന്ദ്രമോദിയുടെ ഈ സ്വപ്നത്തിന് ഇന്ത്യയിൽ വലിയ കറൻസി, ഇന്ത്യയിലെ ഒരു എമേർജിങ് ആസ്പയറിന് മിഡിൽ ക്ലാസ്സിനിടെ വലിയ കറൻസി ഉണ്ട് സുക്കർബർഗിന് അറിയാം. സുക്കർബർഗിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡ്യൂബിയസ് ആണ്, കൊക്കടാണ്. ഇയാൾക്ക് വലിയ പേരുള്ളതൊക്കെ വേറെ കാര്യം, അതൊന്ന് പഠിച്ചു നോക്കുന്നതല്ല. സിനിമ വരെ വന്നിട്ടുണ്ട് ഹോളിവുഡിൽ. അപ്പം ഇയാളെ സംബന്ധിച്ചുള്ള ലാഭമാണ് പ്രധാനം. ഇത്രയും കാലം ടീഷർട്ട് ഇട്ട് നടന്ന ഇയാൾക്കറിയാം മോഡിക്ക് ഈ BJPക്കാരുടെ പ്രശ്നം എന്താ? ആരെങ്കിലും ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് വീണു. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഗുണം ഗംഭീരം എന്നാൽ അവിടെ ഇരിക്കുന്ന അമേരിക്കയോടോ ഇന്ദിരാഗാന്ധി അങ്ങനെ വേറെ പരിപാടിയുണ്ട്. മോഡിയുടെ പ്രശ്നം നിങ്ങൾ ഗംഭീരമായിട്ട് അത് പാകിസ്ഥാൻ വന്നാൽ മോഡി അങ്ങ് വീഴും. BJPക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അത്. അതിലപ്പുറം ഒന്നുമില്ല. ഇതൊക്കെ ഒരു വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. മോഡി ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വല്ല ആത്മാർത്ഥൻ്റെ internet.org വന്ന സമയത്ത് നേരത്തെ ആദർശ് പറഞ്ഞ പോലെ ഒരു റെഗുലേറ്ററായി പ്രവർത്തിക്കാൻ ഗവൺമെൻറ് BSNL വയ്യം കൊടുത്താൽ പോരെ? എന്തിനാണ് റിലയൻസിന് കൊടുത്തത്? ഇവിടെയാണല്ലോ പ്രശ്നം. നിങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ളത് ആരാ? പിന്നെ പരമ്പരാഗതമായിട്ടുള്ള BSNL. BSNL കഴിഞ്ഞ കോൺഗ്രസിൻ്റെ കാലം തൊട്ടും BJPയുടെ കാലം വരെയുള്ള ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ കൂപ്പ് കുത്തുകയാണ് നഷ്ടത്തിലേക്ക്. അടച്ചുപൂട്ടേണ്ട അവസ്ഥ. അടുത്തത് റിലയൻസോ മറ്റോ മേടിക്കും. അതിന്ന് ഞാൻ പറഞ്ഞ ഔട്ട്ലുക്കിൽ ഇപ്പം കവർ സ്റ്റോറി വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇതിനെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ലാഭത്തിലോടുന്ന പൊതുമേഖല പോലും നശിപ്പിക്കാന്നുള്ളത് കോൺഗ്രസിൻ്റെതാണെങ്കിൽ BJPയുടെ ആണെങ്കിൽ നവ ലിബറലിസത്തെ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റുകളുടെ ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ ശ്രീ സെബിനോട്, ഇപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി സിലിക്കൺ വാലി സന്ദർശിച്ചപ്പോൾ ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ വരുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളാണ് ഏറ്റവും അധികം. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത്തരം പദ്ധതികൾക്ക് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും താങ്കളുടെ അറിവിലുണ്ടോ? അതെ, അത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പത്രങ്ങളൊക്കെ ഗാഗ്വ മുഴക്കിയ ഒരു കാര്യമുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് ക്വാൽകോം വലിയ നിലയിൽ സഹായം ചെയ്യാൻ പോകുന്നു. നല്ല കാര്യമാണ് സ്റ്റാർട്ടപ്പുകൾക്ക് അത്തരമൊരു സഹായം കിട്ടുന്നത്, തീർച്ചയായിട്ടും. കാരണം VC ഫണ്ടിങ് ഒക്കെ കിട്ടാൻ ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് വലിയ പ്രയാസമാണ്. അവർക്ക് പുതിയൊരു ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്വാൽകോം പോലെയുള്ള ഒരു കമ്പനിയൊക്കെ പണം തന്ന് സഹായിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമൊക്കെ തോന്നും. പക്ഷേ പ്രശ്നം എവിടെയാണ്? നരേന്ദ്രമോദി സിലിക്കൺ വാലി സന്ദർശിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് 21 ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കുന്നു. ഗൈഡ് ലൈൻസ് ഫോർ എക്സാമിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ്.
അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസിന് വേണ്ടിയുള്ള ഒരു ചട്ടം പുറത്തിറക്കുക. ഈ ചട്ടം സോഫ്റ്റ്വെയർ പേറ്റന്റുമായി ബന്ധപ്പെട്ട് അതായത് ഈ ചട്ടം ലംഘിക്കുന്നത് നിലവിലുള്ള ഇന്ത്യയിലെ പേറ്റന്റ് നിയമത്തെയാണ്. നിലവിലുള്ള പേറ്റന്റ് നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സോഫ്റ്റ്വെയറിൻ്റെ മേൽ പേറ്റൻസി ഇല്ല, മാത്തമാറ്റിക്കൽ നിലവിലില്ല. അതായത് 1970 ഇന്ത്യ ആദ്യം പേറ്റന്റ് നിയമം കൊണ്ടുവരുന്നത്. ഈ പേറ്റന്റ് നിയമത്തിൽ 2002 നമുക്കൊരു ഭേദഗതി വരുന്നുണ്ട്. ഈ 2002 വരുന്ന ഭേദഗതിയിൽ 3K എന്ന് പറയുന്നൊരു വകുപ്പ് പുതുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വകുപ്പ് അനുസരിച്ച് മാത്തമാറ്റിക്കൽ പാറ്റേൺസ്, ആൽഗരിതംസ്, അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് പെർസെ ഇതൊന്നും തന്നെ പേറ്റന്റബിൾ അല്ല. ഇങ്ങനെ ഒരു വകുപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് 2004 ആയപ്പോൾ 2004 സുനാമിയുടെ പിറ്റേ ദിവസം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഓർഡിനൻസ് അനുസരിച്ച് വിത്തിനങ്ങളെയും സോഫ്റ്റ്വെയറിനെയും ഡ്രഗ്സിനെയും പേറ്റൻ്റബിൾ ആക്കിക്കൊണ്ട് പേറ്റന്റ് നിയമത്തിൽ വലിയ അഴിച്ചുപണി വരുത്തുന്നു. ഈ ഓർഡിനൻസ് പക്ഷേ വലിയ എതിർപ്പിനെ ക്ഷണിച്ചു വരുത്തി. അതുകൊണ്ട് 2005 മാർച്ചിൽ ഓർഡിനൻസ് നിയമമാക്കിയപ്പോൾ അതിൽ നിന്ന് സോഫ്റ്റ്വെയർ പേറ്റൻറ്റിനെ ഒഴിവാക്കുകയും ഈ 3K വകുപ്പ് അതേപടി തിരിച്ച് കൊണ്ടുവരിക, അതിൻ്റെ അന്തസ്സ് നിലനിർത്തുന്ന രീതിയിൽ. അപ്പോൾ ഇനി വരുന്ന സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ഇതൊരു പ്രതിസന്ധിയാണ്. ഇവരിലൂടെ തന്നെ ഈ മോണോപ്പൊളി ഗ്രൂപ്പിലൂടെ തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതല്ലേ താങ്കൾ പറയുന്നത്? ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ പേറ്റൻസി ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കോപ്പിറൈറ്റ് മാത്രമേ ഉള്ളൂ, കോഡിന് പുറത്ത് നമുക്കുള്ളത് പകർപ്പവകാശം മാത്രമേ ഉള്ളൂ. പേറ്റൻറ്റ് വന്നു കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോഡ് എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വലിയ തുക ഈ പേറ്റൻസി കൈവശം വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകൾക്ക് കൊടുക്കേണ്ടി വരും. നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ അവർ പേറ്റൻറ്റ് എടുത്ത് വെച്ചിരിക്കുക. ഇവർക്ക് വലിയ തുക കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ കോഡ് പുനരുപയോഗിക്കാൻ പറ്റൂ. ആ തരത്തിൽ സോഫ്റ്റ്വെയർ പേറ്റൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നേരത്തെ തന്നെ നടന്നിരുന്നു. 2008 നടന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി, പിൻവലിച്ചു. പിന്നെ പുതിയ പദ്ധതികൾ വരുന്നറിയുമ്പോൾ ആ ചുറ്റുപാടിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തിക്കുന്നത് പോലെ. അതെ, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ. ശ്രീ പത്മകുമാർ, താങ്കളുടെ ശ്രദ്ധയിൽ പെട്ട് കാണുമോ ഇത്തരം കാര്യങ്ങൾ? അതായത് ഈ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമഗ്ര വികസനത്തിന് വേണ്ടി നടപ്പാക്കുന്ന പല പദ്ധതികളിലും ഇടനിലക്കാരുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി മൊണോപ്പൊളൈസ് ചെയ്യുന്നു കോർപ്പറേറ്റുകളുടെ ഇടപെടലുകൾ. അതിനെ പച്ചക്കൊടി കാട്ടുന്ന ഒരു പ്രധാനമന്ത്രി ലജ്ജിക്കേണ്ട സമയമല്ലേ ഇത്? വെറുതെ നമ്മൾ ഇമാജിനേറ്റീവ് ചർച്ചയായിട്ട് ഇതിനെ നമ്മൾ താഴ്ത്തി കെട്ടണോ ശ്രീ പത്മകുമാർ? പ്രദീപ്, ഇത്രയും ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദീർഘവീക്ഷണമുള്ള, കാര്യശേഷിയുള്ള, പ്രാപ്തിയുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കാണാനുള്ളത്. പുച്ഛമായി തോന്നുന്നത് പലർക്കും ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇന്ത്യ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഈ കോർപ്പറേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആരെ ഭയപ്പെടുത്തുന്നത്? എൻ്റെ സുഹൃത്ത് ഭക്രദീൻ പറയുന്നത് കേട്ടു. കേരളത്തിലെ ഡാറ്റാ ബാങ്ക് ആർക്കാണ് കൊടുത്തത്? ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനായിരുന്നു കൊടുത്തിരുന്നത്? എവരുടെ LDF ഭരണ സമയത്ത്? അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട. പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന ഒരു നയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. BSNL സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ജനങ്ങൾക്ക് സൗകര്യപ്രദമായി സൗജന്യമായി സൗകര്യങ്ങൾ കൊടുക്കുന്നത് ആരാ? അതിന് ഒരു തടസ്സം ഉണ്ടാകുന്നില്ലല്ലോ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ വഴിതിരിച്ചു വിടുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ 2,50,000 ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ശ്രീ പത്മകുമാർ, അതൊന്നുമല്ല വിഷയം. ഞാൻ പറയുന്ന പോയിന്റ്, അതായത് ഇതിന്റെ ഫോക്കസിനെ കുറിച്ചാണ്. പലപ്പോഴും വിദഗ്ധർ പറയുന്നത് ഇതിനെ ഒരു പാൻ ഇന്ത്യ ഫോക്കസ് ഇല്ല, നാനോ ഫോക്കസ് ആണെന്നാണ്. അത് വലിയ പ്രശ്നമാണ്. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഇന്ത്യ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ചില നൂതന പദ്ധതികൾ വന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ള ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോളിസി പാരാലിസിസ് ആണ്. ഒരു പോളിസി സർട്ടനിറ്റി ഇല്ല, അൺസർട്ടൻ പോളിസിയാണുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്ത് ആരെങ്കിലും വരുമോ? എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പോളിസികൾ മാറ്റം വരുത്താനുണ്ട്. അത് പേറ്റന്റ് ആയാലും മറ്റു കാര്യങ്ങൾ, ട്രേഡ് യൂണിയൻ ആയാലും. ഇങ്ങനെ ഈ നിലവിലുണ്ടായിരുന്ന ഈ സർട്ടനിറ്റി ഇല്ലാത്ത പോളിസികളിൽ മാറ്റമുണ്ടാവും. അല്ല, ഇത് എന്താണെന്ന് അറിയാമോ? നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മൾ വളരെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക എടുത്ത് മാർക്കറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ നമ്മൾ അമേരിക്കക്കാരുടെ മുമ്പിൽ എത്തിക്കുകയാണ്. വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ വളരെ ഗൗരവമായ ഒരു വിഷയം അത് വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ പോലും ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതി, ആ ക്യാമ്പയിൻ പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൂടി ഇൻ്റർനെറ്റ് ലഭ്യത വളരെ കൃത്യമായി ലഭിക്കുകയും അതുവഴി തൊഴിലവസരങ്ങൾ, സാമൂഹ്യ ഉന്നമനം, ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്യാമ്പയിനിൽ ഒരുപക്ഷേ ശ്രീ സെബിൻ എബ്രഹാം ജേക്കബ്, താങ്കളോട് എനിക്ക്
ചോദിക്കാനുള്ളത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുന്നു, സിലിക്കൺ വാലി സന്ദർശിക്കുന്നു, ഫേസ്ബുക്കിൻ്റെ CEO സുക്കർബർഗുമായി സംസാരിച്ചതിന് ശേഷം ഈ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം ത്രിവർണ്ണ പതാക ഒക്കെ വയ്ക്കുന്നു. അതിനോട് താല്പര്യമുള്ളവർ അത് ത്രിവർണ്ണ പതാകയോട് ചേർന്നുള്ള താങ്കളുടെ പ്രൊഫൈൽ പിക്ചറുകൾ ഇട്ട് ഈ ഒരു പദ്ധതി ഡിജിറ്റൽ ഇന്ത്യക്ക് ഭയങ്കര പിന്തുണ നൽകുന്നതിൽ എന്താണ് ആപത്തുള്ളത്? അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് സുക്കർബർഗിന് ഗുണം ചെയ്യുന്നത്? ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന internet.org ൻ്റെ പ്രചാരണത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പെർസെ ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ദേശീയതാ വികാരത്തെ ഉണർത്തുകയാണ്. ഇന്ത്യക്കാരുടെ അടുത്ത് ഇത് വളരെ എളുപ്പം ഉണർത്താൻ പറ്റുമെന്ന് സുക്കർബർഗ് മുതലാളിക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം അത് പരീക്ഷിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു വിധത്തിൽ അതിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യയെ പുതിയ ലോകത്തിന് പ്രാപ്തമാക്കുന്ന തരത്തിൽ ഡിജിറ്റൈസ് ചെയ്യുന്ന ഇതിലേക്ക് കൊണ്ടുവരാമെന്ന ആഗ്രഹം കാണും. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വിജയം പോലും ഫേസ്ബുക്കിൻ്റെയും ട്വിറ്ററിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി. പക്ഷേ ഈ ഇങ്ങനെ പറയുമ്പോഴും ഇതിന് തൊട്ട് മുൻപുള്ള BJP ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങളെപ്പോലും അതേപടി പിന്തുടരാൻ ഇദ്ദേഹത്തിനാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് BJPയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കുറേ പേരെങ്കിലും സ്വാതന്ത്ര്യ സമര പശ്ചാത്തലമുള്ളവരും ആ തരത്തിൽ കുറേ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഗുരുമൂർത്തിയെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മേൽനോട്ടവും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാവാം ട്രായും മറ്റും വരുന്നു. റെഗുലേറ്ററി സംവിധാനം കൃത്യമായിട്ട് ടെലികോം സർവീസുകൾക്ക് മുകളിൽ വരുന്നുണ്ട്. ഇത്തരമൊരു റെഗുലേറ്ററി നെറ്റ്വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്കിന്ന് ചുരുങ്ങിയ ചിലവിൽ കോൾ ചെയ്യാൻ കഴിയുന്നത്. മൊബൈൽ കോൾസ് നമ്മൾക്കറിയാം, മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് 24 രൂപയായിരുന്നു കോൾ റേറ്റ്. ഇൻകമിങ്ങിനും 18 രൂപ കൊടുക്കണമായിരുന്നു. അതിൽ നിന്ന് വളരെ അഫോർഡബിൾ ആയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് ട്രായ് എന്നൊരു റെഗുലേറ്ററി സംവിധാനം വന്നതുകൊണ്ടും മറ്റുമൊക്കെയാണ്. എന്നാൽ അതിനെ തുടർന്ന് NDA സർക്കാർ പോയി UPA സർക്കാർ വന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് വളരെ നാരോ ആയിട്ടുള്ള ഫോക്കസുള്ള, തമിഴ്നാടിനപ്പുറം ഇന്ത്യയെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ലാത്ത DMKയുടെ കയ്യിൽ ഈ വകുപ്പ് കിട്ടുകയാണ്, മാരനായിട്ടും രാജയായിട്ടും മറ്റുമൊക്കെ. അപ്പോൾ ഇവരുടെ കാലത്ത് ഇപ്പോൾ 2G അഴിമതിയൊക്കെ നമുക്കറിയാം. ഈ ഇത്ര വലിയ തോതിൽ അഴിമതി നടക്കുന്നു. ഈ അഴിമതി നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി പണം കൊടുത്ത കമ്പനികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റയുടെ കാര്യത്തിൽ, സൗണ്ടിൻ്റെ കാര്യത്തിലുള്ളതുപോലത്തെ ഒരു നിയന്ത്രണം, ഒരു റെഗുലേറ്ററി നിയന്ത്രണം ഡേറ്റയുടെ കാര്യത്തിലില്ല. ഇപ്പോൾ നമുക്ക് പലരും തോന്നിയപടിയാണ് ഈടാക്കുന്നത്. റിലയൻസ് ആവട്ടെ, എയർടെൽ ആവട്ടെ, ഐഡിയ ആവട്ടെ, ഏത് കമ്പനിയും ആയിക്കൊള്ളട്ടെ, അവർക്ക് തോന്നിയപടിയാണ് ഡേറ്റയ്ക്ക് ചാർജ് ഈടാക്കുന്നത്. ഇവർ ഈ അടുത്ത കാലത്ത് പറയുന്നത് മറ്റേ ഓവർ ദി ടോപ്പ് സർവീസസിന് ചാർജ് ഈടാക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് പറഞ്ഞ് നെറ്റ് ന്യൂട്രാലിറ്റി ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സാധനമാണ്. ഓവർ ദി ടോപ്പ് സർവീസസ് എന്ന് പറയുന്നത് ഇവരുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്ന ഇൻ്റർനെറ്റ് സർവീസുകളെയാണ്. അവ ഇതിൽ കൂടെ കടത്തിവിടാൻ വേണ്ടി ഞങ്ങൾക്ക് കങ്കാണിപ്പണം തരണം, അല്ലെങ്കിൽ മറ്റേ ചന്തയിൽ തരകപ്പണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് തരണം എന്ന് പറയുന്ന ഒരു സംവിധാനം. അല്ല, internet.org വന്നപ്പോൾ തന്നെ ഭാരതി എയർടെലൊക്കെ പറഞ്ഞിരുന്നത് അതിനെ എതിർത്തിരുന്നു. സൗജന്യമായി കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഫിലാന്ത്രോപ്പിക്കൽ വർക്കിന് ഇറങ്ങാം, സാമൂഹ്യ സേവനം നടത്തുകയാണ് ഇതിലും ഭേദം. അപ്പോൾ വളരെയധികം കൊമേഴ്സ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് സ്വകാര്യ ടെലികോം. അങ്ങനെ വരുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എൻട്രി ബാരിയർ തീർക്കുകയും കൂടിയാണ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എൻട്രി ബാരിയർ തീർക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്രയും പണം മുടക്കാൻ പറ്റില്ല. ഈ ഫേസ്ബുക്കോ ഗൂഗിളോ ഒക്കെ വരുന്ന സമയത്ത് ഇൻ്റർനെറ്റിൽ ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, ന്യൂട്രാലിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഇവർക്കൊന്നും ഇതേ തരത്തിൽ വളരാൻ കഴിയില്ലായിരുന്നു. ഇവയൊക്കെ പടർന്ന് പന്തലിച്ച് വലിയ കമ്പനികളായ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഇത്തരം വലിയ കമ്പനികളായിട്ട് പടരുന്നത് ഈ ന്യൂട്രാലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ന്യൂട്രാലിറ്റി ലംഘിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ കമ്പനികളുടെ പുറത്ത്, പ്രത്യേകിച്ച് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന കമ്പനികളുടെ പുറത്ത് ഈ തരത്തിലുള്ള റെഗുലേഷൻസ് ഒന്നും കൃത്യമായും പാലിക്കാനോ ഒന്നും തന്നെ ഒരു ശ്രദ്ധ വരുന്നില്ല. പകരം അവർ പറയുന്ന നിലയിലേക്ക് ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ മുദ്രാവാക്യങ്ങളെ തന്നെ
മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത്? ഒരു കാര്യം കൂടി നമുക്ക് ഒരു ഇടവേള കൂടി ആവശ്യമുണ്ട്. ഫക്രുദ്ദീനില്ലേ, ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം ഇടവേളയിൽ പോകാം. അതായത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അനിവാര്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ ആഗോളവൽക്കരണത്തെക്കുറിച്ചും കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമം ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന അനുഭവം കൂടി നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മീഡിയയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മാധ്യമ ഭീകരന്മാരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോലെ ഇത് മറ്റൊരു മാധ്യമ ഭീകരൻ ഇന്ത്യയിൽ കൃത്യമായി അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. അതാണ്, ഇതൊരു മാധ്യമ ഭീകരനാണ്. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം ഈ ഫേസ്ബുക്കിൻ്റെ മേലും ഗൂഗിളിൻ്റെ മേലൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ UPA ഗവൺമെൻറ് NDA ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മോഡി ആവശ്യപ്പെട്ടിട്ട്, മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയന്ത്രണങ്ങൾ കൊണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ തരുന്ന നമുക്കുള്ള സാധനം ഒരു കട്ട, ജനങ്ങൾക്ക് തരുന്ന സാധനം ഒരു കട്ടയില്ല. രണ്ട്, നിങ്ങൾക്ക് ഈ ഇന്ത്യനൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ത്യക്കാരൻ്റെ വളർച്ചയാണ് ഉദ്ദേശിച്ചത്. ചൈനയിൽ നിങ്ങൾ നോക്കുക, ചൈന ഗൂഗിളിലും ഫേസ്ബുക്കിനൊക്കെ പകരമായി ചൈനീസ് ഭാഷകൾ അവരുടെ സംഭവം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചൈനയെ തുടങ്ങിയതിൻ്റെ മാതിരി ഇതൊക്കെ നിരോധിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് നമ്മൾ ആ രീതി ഒന്ന് തുടങ്ങിക്കളയും. പിന്നെ രണ്ടാമത് മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ കണ്ട സ്വപ്നമാണ് ഇന്ത്യയിൽ ഓരോ ഗ്രാമവും സാമ്പത്തോട് ആവിഷ്കരിച്ച പദ്ധതി, 20 പദ്ധതി, അങ്ങനത്തെ 12 പദ്ധതി, പ്രൊജക്ട് 2020. അതിൽ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഓരോ ഗ്രാമത്തിലും ഇന്ത്യനെ ഓരോ പഞ്ചായത്തിനെയും ഈ ഡിജിറ്റൈസ് ചെയ്യാന്നുള്ളൊരു പ്രോഗ്രാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം? അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പിൽ ഇത്രവാദം താല്പര്യം കാണിക്കുന്നത്? അമേരിക്കയ്ക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായ പിടി നഷ്ടപ്പെടാൻ പോകുന്നത് ഈ സ്റ്റാർട്ടപ്പുകൾ വന്നോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ചൈനയിൽ എന്താ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളാണ് ചൈനയുടെ ഒരു വളർച്ചയെ ബൂസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലും അത് തന്നെയാണ്. അപ്പം ഈ സ്റ്റാർട്ടപ്പുകൾ മുൻകാലത്ത് സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ചെറിയ കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളായിരുന്നു, മാനുഫാക്ചറിങ് സെക്ടറായിരുന്നു. അത് അമേരിക്ക ക്വാളിറ്റി വൈസ് അവർക്കൊരു വെല്ലുവിളി ആയിരുന്നില്ല, ഇന്നും വെല്ലുവിളിയല്ല. പക്ഷേ ഈ രീതിയിലുള്ള ഇൻ്റർനെറ്റ് ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ COB പോലെയൊക്കെയുള്ള സ്റ്റാർട്ടപ്പുകൾ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ, ഇത് അവർക്ക് വലിയ ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന നാളെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇന്ത്യയിലെ ഭരണാധികാരികളെ സോപ്പിട്ടുകൊണ്ട് അവരെ ചില ചില ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടല്ലോ, അതിനൊക്കെ ചില തൈകി സോപ്പിട്ടുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് പിടിച്ചെടുക്കണം, നെറ്റ് ന്യൂട്രാലിറ്റി ഇല്ലാതാക്കണം, എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. അതിനുള്ള ഒരു ഗൂഢാലോചനയാണ് നടക്കുന്നത്. പിന്നെ രണ്ടാമത് VS അച്യുതാനന്ദൻ അല്ല ആരാണെങ്കിലും ഈ പറയുന്ന റിലയൻസിൻ്റെ ഡാറ്റാ സെൻ്റർ കാര്യങ്ങൾ ഞാൻ അനുകൂലിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞത് നന്ദിഗ്രാമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തോലാവാൻ കാരണം എന്താ? ആ സെലിംഗ് ഗ്രൂപ്പിനെ കൊണ്ടുവന്ന അത് കമ്മ്യൂണിസ്റ്റുകാരനല്ല, BJP കാരനല്ല, കോൺഗ്രസ്സുകാരൻ ആരായാലും ഒരു പരിധി കഴിഞ്ഞുകൊണ്ട് കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്നത് ആത്മഹത്യാപരമാണ്, മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനിലൂടെ നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കാൻ നീക്കുമെന്ന് ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നു. അതിൽ അല്പം അല്ല വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് വെളിയാവുന്നത്. ഒരുപക്ഷെ BJPയുടെ നേതാവ് ശ്രീ JR പത്മകുമാർ സമ്മതിക്കില്ലെങ്കിൽ പോലും നരേന്ദ്രമോദി മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ, ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ, ഫേസ്ബുക്കിൻ്റെ പിന്തുണയുമായി, ഫേസ്ബുക്ക് റിലയൻസിൻ്റെ പിന്തുണയോടുകൂടി ഈ നടത്തുന്ന ഒരു കുത്തക എന്നുള്ള അവസ്ഥയിലേക്ക്, അതായത് ഇൻ്റർനെറ്റ് മേഖലയിൽ കുത്തകവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അപകടം തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരവസ്ഥ മാത്രമാണ് നമ്മുടെ ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ശ്രീ JR പത്മകുമാറിന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ശ്രീ പത്മകുമാർ. ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു മാറ്റവും ഇല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളിതൊക്കെ ഇങ്ങനെ കോർപ്പറേറ്റ് വലിയ കാര്യങ്ങൾ പറയുന്നു. എൻ്റെ സുഹൃത്ത് മറ്റേ ഫക്രുദ്ദീന് ഈ കോർപ്പറേറ്റ് ഭീകരൻ്റെ അക്കൗണ്ട് 1 2 അക്കൗണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും പിന്നെ ഇതെല്ലാം കോർപ്പറേറ്റ് ഭീകരനെന്ന് പറഞ്ഞ് മാറ്റുകയൊക്കെ ചെയ്യും. ഞങ്ങൾ NDA ഗവൺമെൻറ്, ഒന്നാം NDA ഗവൺമെൻറ് സമയത്താണ് പ്രമോദ് മഹാജനാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വലിയ മാറ്റങ്ങൾ ഈ മേഖലയെ കൊണ്ടുവന്നത്. അന്നും ഇത് തന്നെയായിരുന്നു എല്ലാവരും എതിർത്തത്. പ്രമോദ് മഹാജൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് അതിനെ തുടർന്നുകൊണ്ട് ഈ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്റർനെറ്റിൽ ലഭ്യമായ എല്ലാ ഉള്ളടക്കവും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും നൽകുന്ന ഒരു സാഹചര്യം ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് എന്തിനാണ് നിഷേധിക്കപ്പെടുന്നത്, കുത്തകവൽക്കരിക്കപ്പെടുന്നത്? എല്ലാവരും ആസ്വദിക്കട്ടെ, അനുഭവിക്കട്ടെ, അതുവഴി ഉന്നമനം ഉണ്ടാവട്ടെ. ഒരു നിഷേധമില്ല. അല്ലല്ല, അത് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതല്ലേ. രവിശങ്കർ പ്രസാദ് പത്രസമ്മേളനം നടത്തി കേന്ദ്രമന്ത്രി പറഞ്ഞതല്ലേ, അതിനെ ഇന്റർനെറ്റ് ന്യൂട്രാലിറ്റിയെ ബാധിക്കുന്ന ഒരു തീരുമാനവും അതിനെ ഖനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അധിക പണം കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ അല്ലേ? അധിക പണം കൊടുക്കേണ്ടി വരും ഉപഭോക്താക്കൾ അധികം പണം നൽകേണ്ടി വരും. അല്ലല്ല, അത് അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല.
എല്ലാവർക്കും ഫ്രീ ആയ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടാകും, ഒരു തടസ്സവുമില്ല. ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇ ഗവേണിംഗ്, ഹെൽത്ത്, ജോബ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ലോക്കർ, ഇതൊക്കെ സംവിധാനം വേണം. നമുക്ക് ശ്രീ സെബിൻ എബ്രഹാം ജേക്കബ്, അതായത് ഇന്റർനെറ്റ് ഡാറ്റ എന്ന് പറയുന്നത് പല തട്ടുകളാക്കി മാറ്റി അത് കൃത്യമായി കച്ചവടം ചെയ്യുന്നത്, അതായത് ഒരു സാധാരണ മാർക്കറ്റിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന പോലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. ഡാറ്റ കച്ചവടമാണ് നടക്കുന്നത്, അങ്ങനെ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും അല്ലേ? അല്ല, ഡേറ്റ കച്ചവടം നടക്കുന്നു എന്നുള്ളതിന് ഒരു തെറ്റായിട്ടൊന്നും പറയാൻ കഴിയില്ല. കാരണം ഡേറ്റ ഉപയോഗം, നമുക്ക് ഇത്ര MB ഡേറ്റ അല്ലെങ്കിൽ ഇത്ര GB ഡേറ്റ ഞാൻ പണം കൊടുത്ത് ഉപയോഗിക്കുന്നു, ഇറ്റ്സ് ഫൈൻ ആക്ച്വലി. അല്ലെങ്കിൽ എനിക്ക് ഇത്ര സ്പീഡ് വേണം ഡേറ്റ കിട്ടാൻ, അതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് വേണം. ഇപ്പോൾ എന്താ 512 Mbps സ്പീഡ് ഉള്ള ഡേറ്റ എന്ന് പറയുന്നു, പക്ഷേ പലപ്പോഴും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 72 kbps ഒക്കെ ആയിരിക്കാം. അപ്പോൾ 512 പറഞ്ഞാൽ 512 നൽകണം. ആ തരത്തിൽ വേണമെങ്കിൽ ഈ ഡിജിറ്റൽ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ നിബന്ധന കൊണ്ടുവരാവുന്നതാണ്. US ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. നിങ്ങൾ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഇത്ര സ്പീഡ് നൽകിയിരിക്കണം, മിനിമം ഇത്ര GB ഡേറ്റ കൈമാറിയിരിക്കണം. അല്ല, ഇതിനൊരു കാര്യമുണ്ട്, പെട്ടെന്ന് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫോണാണ് ഉപയോഗിക്കുന്നത്, പലരുടെ കയ്യിലും സ്മാർട്ട് ഫോണാണുള്ളത്. ഈ സ്മാർട്ട് ഫോണുകളുടെ വില താരതമ്യേന കുറഞ്ഞു വരുന്നു. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ജനങ്ങളും ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പുവരുത്തുന്നത്. അതിൻ്റെ പിന്നിൽ എന്താണ്? അല്ലെങ്കിൽ ഈ നമ്മൾ 20,000 30,000 കൊടുത്തിരുന്ന സ്മാർട്ട് ഫോണിന് ഇപ്പോൾ 4,000 5,000 അവൈലബിൾ ആവുന്നു. അതുവഴി ആൻഡ്രോയിഡ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ വഴി ഇൻ്റർനെറ്റ് ഉപഭോഗം നമുക്ക് ചെയ്യുന്നു. അതെ, അത് തന്നെ. എന്താ പറയുക, സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ആപ്പിളാണ്, iOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ. എന്നാൽ ഈ സ്മാർട്ട് ഫോൺ വിപണിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നതിന് ശേഷമാണ് സ്മാർട്ട് ഫോൺ. ഇതിനകത്ത് എന്തെങ്കിലും കച്ചവട തന്ത്രം നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് പെട്ടെന്ന് ചോദിച്ചത്. ഇപ്പോൾ 5,000 രൂപ 4,000 രൂപ 5,000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ ലഭ്യമാവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ വളരെ സഹായമായൊരു കാര്യമാണ്. ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ. പക്ഷേ അത് മാത്രം പോരാ. അതുകൂടാതെ പ്രാദേശിക ഭാഷകളിൽ കണ്ടന്റ് ലഭ്യമാണ്, പ്രാദേശിക ഭാഷകളിൽ എഴുതാൻ കഴിയണം. നമുക്ക് ഈ വിഷയം കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് കരുതുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ സെബിൻ എബ്രഹാം ജേക്കബ്. അദ്ദേഹം സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രസിഡന്റാണ്. ശ്രീ VK ആദർശ്, അതോടൊപ്പം ശ്രീ JR പത്മകുമാർ BJP നേതാവ്, ശ്രീ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ.